സർവസംശയക്ഷേത്രം സച്ചിദാനന്ദവിഗ്രഹം സദാ സുസ്മേരവദനം ബാലകൃഷ്ണം നമാമ്യഹം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ആത്മോപദേശകത്തിലെ 3-ാമത്തെ പദ്യമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ആ പദ്യം വായിക്കാം. വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും വെളിമുതലായ വിഭൂതിയഞ്ചുമോർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. വെളിയിലിരുന്ന്, വെളി എന്ന് പറഞ്ഞാൽ ആകാശം, ശൂന്യാകാശം, സ്പേസ് എന്നാണ് അർത്ഥം. വെളി എന്നതുകൊണ്ട് ഇവിടെ വെളി എന്നുള്ള വാക്ക് 2 അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. 1-ാമത്തെ വരിയിൽ വെളിയിലിരുന്നു വിവർത്തമിങ്ങു കാണും, 2-ാമത്തെ വരിയിലും വെളി എന്നുള്ള വാക്ക് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വെളി മുതലായ വിഭൂതി അഞ്ചുമോർത്ത. ഇപ്പോൾ 1-ാമത്തെ വരിയിലെ വെളി എന്ന വാക്കിനും 2-ാമത്തെ വരിയിലെ വെളി എന്ന വാക്കിനും വിഭിന്നങ്ങളായ അർത്ഥങ്ങളാണുള്ളത്. വെളിയിലിരുന്ന് എന്ന് പറഞ്ഞാൽ നിർവികൽപ്പ ജ്ഞാനസ്വരൂപമായ പരബ്രഹ്മത്തിൽ നിന്ന് ചിത്തബോധം, അതിനെ നമ്മൾ ചിദാകാശം, ബോധാകാശം, ആകാശത്തോടാണ് ബ്രഹ്മത്തെ സാധാരണ ഉപമിക്കാറുള്ളത്. ആകാശം ആദ്യന്തങ്ങളില്ലാത്തതാണ്, എല്ലാറ്റിനും ഇടമരുളുന്നത് ആകാശമാണ്, എല്ലാം നിൽക്കുന്നത് ആകാശത്തിലാണ്. അതുപോലെ എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ നിലനിന്ന് ബ്രഹ്മത്തിൽ തിരിച്ചു ലയിക്കുന്നതായതുകൊണ്ട് ഈ ബ്രഹ്മത്തെ ആകാശത്തോട് ഉപമിക്കാറുണ്ട്. അപ്പോൾ വെളിയിലിരുന്ന് എന്നുള്ളതിന് നിർവികൽപ്പ ജ്ഞാനം, വികല്പമില്ലാത്ത അറിവ്. വികല്പം എന്ന് പറഞ്ഞാൽ ദ്വൈതം എന്നർത്ഥം. പലത് അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അതാണ്. അവിടുന്നാണ് ശരിക്കും ദ്വൈതം ആരംഭിക്കുന്നത്. ഞാൻ അറിയുന്നവൻ, എന്നാൽ അറിയപ്പെടുന്ന മറ്റൊന്ന്, അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അവിടുന്ന് തുടങ്ങും ദ്വൈതം. പിന്നെ ഈ അറിയപ്പെടുന്നത് ശാഖോപശാഖകളായി പിരിയും. അങ്ങനെയാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ബ്രഹ്മാണ്ടങ്ങളിലെ വസ്തുക്കളും ജീവികളും എല്ലാം അനുഭവ വിഷയമാകുന്നത്. ശുദ്ധമായ ബ്രഹ്മം എന്ന് പറയുന്നത് അദ്വൈത സത്യമാണ്. അതിൽ ദ്വൈതത്തിൻ്റെ കണിക പോലുമില്ല. അതിന് നിർവികൽപ്പ ജ്ഞാനം എന്നാണ് പറയുന്നത്. വികല്പമില്ലാത്ത ജ്ഞാനം, ദ്വൈതത്തിൻ്റെ കറപുരളാത്ത കേവലമായ അറിവ്, ശുദ്ധമായ അറിവ്, അതാണ് പരബ്രഹ്മത്തിൻ്റെ സ്വരൂപം. ആ വെളിയിൽ ഇരുന്ന് ആ പരമാത്മ ആകാശത്തിൽ നിന്ന് വിവർത്തമിങ്ങ് കാണും. വിവർത്തം എന്ന് പറഞ്ഞാൽ അധിഷ്ഠാനത്തിന് ഒരു വ്യത്യാസവും സംഭവിക്കാതെ അതിൽ മറ്റു പലതും ഉള്ളതുപോലെ തോന്നും. അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ പ്രപഞ്ചം എന്നുള്ളത് വിവർത്തമാണ്. അധിഷ്ഠാനത്തിന് മാറ്റം സംഭവിക്കാതെ തന്നെ അധിഷ്ഠാനം മറ്റൊന്നെന്ന പോലെ അനുഭവപ്പെടുന്നു. അതിനെയാണ് വിവർത്തം എന്ന് പറയുക. കയറ് അരണ്ട വെളിച്ചത്തിൽ പാമ്പ് പോലെ കാണപ്പെടുന്നു, പാമ്പിനെ പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ അവിടെ ഉള്ളത് കയറ് മാത്രമാണ്, പാമ്പില്ല. പക്ഷേ ഈ പാമ്പിനും കയറിനും ആകൃതി കൊണ്ട് സാദൃശ്യമുള്ളത് കൊണ്ട് കയറ് പാമ്പായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. തിരിച്ചു ആവാം കേട്ടോ, പാമ്പിനെ കയറായിട്ടും തെറ്റിദ്ധരിക്കാം. അതാണ് കൂടുതൽ അപകടകരം. കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നമ്മൾ അടുത്ത് പോകത്തില്ല. കാരണം അവിടെ പാമ്പ് കിടക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ സമീപിക്കുക പോലും ചെയ്യില്ല. പക്ഷെ തിരിച്ചായാൽ അത് വലിയ പ്രശ്നമാണ്. പാമ്പിനെ കയറാണെന്ന് കരുതിയാൽ എന്തെങ്കിലും കെട്ടാനോ മറ്റോ ആയിട്ട് അതെടുക്കാൻ നമ്മൾ പോകുമ്പോൾ പാമ്പ് നമുക്ക് അടിക്കും. അപ്പോൾ സാധാരണ വേദാന്തത്തിൽ പറയുന്ന ഉദാഹരണം, കയറിൽ പാമ്പെന്ന പോലെ ബ്രഹ്മത്തിൽ പ്രപഞ്ചം കാണപ്പെടുന്നു. കയറുള്ളത്, പാമ്പില്ലാത്തത്. ഇല്ലാത്ത പാമ്പ് ഉള്ള കയറിൽ ആരോപിക്കപ്പെടുന്നു. അതുപോലെ ഇല്ലാത്ത പ്രപഞ്ചം ഉള്ള ബോധത്തിൽ ആരോപിക്കപ്പെട്ട് പ്രപഞ്ചം സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നു. ഈ ഉദാഹരണം ഇതേ കൃതിയിൽ, അതായത് ആത്മോപദേശകത്തിൽ ഗുരുദേവൻ പറയുന്നുണ്ട്. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ജളൻ അറിവില്ലാത്തവൻ, അജ്ഞാനി, കാര്യങ്ങളെ വേണ്ടവണ്ണം ഗ്രഹിക്കാത്തവൻ. ആ വ്യക്തിക്ക് ജളന് വിലേശയം, വിലം തന്നെയാണ് ബിലം. ബിലം എന്ന് പറഞ്ഞാൽ മാളം, ദ്വാരം.
ദ്വാരത്തിനകത്ത് ശയിക്കുന്നത്, മാളത്തിനകത്ത് കിടക്കുന്നത് പാമ്പ് എന്നർത്ഥം. ജളന് മലർമാല പാമ്പാണെന്ന് തോന്നിയാലും മലർമാലയെ പാമ്പെന്ന് ഒരു അജ്ഞാനി കരുതിയാലും അത് വാസ്തവത്തിൽ പാമ്പായി മാറുമോ? ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ? അത് ഒരിക്കലും പാമ്പായി മാറില്ല. കാഴ്ചയിലാണ് അത് പാമ്പെന്ന പോലെ കാണപ്പെടുന്നത്, വാസ്തവത്തിൽ അത് മാലയാണ്. അപ്പോൾ കയറ് പോലെ, കയറിനെ നമ്മൾ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചാലും കയറ് പാമ്പായി മാറുന്നില്ല. ആ പാമ്പ് കാണുന്നവൻ്റെ കാഴ്ചയിൽ മാത്രമുള്ളതാണ്, പുറമേ വാസ്തവത്തിൽ പാമ്പില്ല. വിവർത്തമിങ്ങു കാണും, അതായത് അധിഷ്ഠാന സത്യമായ ബ്രഹ്മത്തിന് ചലനമോ മാറ്റമോ ഉണ്ടാകാതെ അതിൽ പൊന്തിക്കാണപ്പെടുന്ന വിവർത്ത കാര്യരൂപങ്ങളായ വെളി മുതലായ അഞ്ചും, വെളി മുതലായ വിഭൂതി അഞ്ചും. അവിടെ വെളി എന്നുള്ളതിന് ആകാശം എന്നർത്ഥം. ആകാശം, വെളി മുതലായ വിഭൂതി അഞ്ച് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ എന്നർത്ഥം. ആകാശം മുതലായ പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളിൽ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആകാശമാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതാണ് പഞ്ചഭൂത സൃഷ്ടിക്രമം. അപ്പോൾ പരമാത്മാവാകുന്ന വെളിയിൽ നിന്ന് വിവർത്ത രൂപത്തിൽ ആ അധിഷ്ഠാന സത്യത്തിന് ചലനമോ പരിണാമമോ ഉണ്ടാകാതെ അതിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന വിവർത്ത കാര്യങ്ങളാണ്. വിവർത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ. അതാണ് വെളി മുതലായ വിഭൂതി അഞ്ചും. ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ പരമാത്മതത്വത്തിലെ വെറും ഭ്രമദൃശ്യങ്ങളാണ്. വിഭൂതി അഞ്ചും വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഭൂതങ്ങൾ അഞ്ചും പഞ്ചഭൂതങ്ങളും. ഓർത്താൽ, ഓർത്താൽ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കിയാൽ, വിശകലനത്തിന് വിധേയമാക്കിയാൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. ജലനിധി സമുദ്രം, തരംഗാവലി തിരമാല. സമുദ്രത്തിൽ പൊന്തിമറയുന്ന തിരമാലകൾ എങ്ങനെയാണോ സമുദ്രജലം തന്നെയായി വർത്തിക്കുന്നത്, അല എന്ന ഒരു വസ്തു ജലത്തിൽ നിന്ന് ഭിന്നമായിട്ടില്ല. ജലം തന്നെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് അല എന്നുള്ളത്, തരംഗം. വാസ്തവത്തിൽ ജലത്തിനും തരംഗത്തിനും വ്യത്യാസമില്ല. പിന്നെ എന്തിന് രണ്ട് പേര് പറയുന്നു എന്ന് ചോദിച്ചാൽ, ജലനിരപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന ജലത്തിനെ തിര എന്ന് പറയും. അങ്ങനെ വെള്ളം ഉയരാതെ സാധാരണഗതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിന് നമ്മൾ ജലം എന്ന് പറയും. കടൽ, കടൽ നീർ, കടൽ വെള്ളം എന്ന് പറയും. അത് തന്നെ കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിന് നമ്മൾ നൽകുന്ന പേരാണ് തിര. ഈ ജലനിധി തന്നെയാണ് തരംഗാവലിയായി കാണപ്പെടുന്നത്. ആവലി കൂട്ടം, തിരമാലകളായി പ്രകടമാകുന്നത് കടൽ ജലം തന്നെയാണ്. ഇത് അല്പം ചിന്തിക്കുന്ന ഒരാൾക്ക് ബോധ്യപ്പെട്ട് കിട്ടും. അതുപോലെ അഖണ്ഡമായ ബോധമാകുന്ന അധിഷ്ഠാനത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന പഞ്ചഭൂതങ്ങളും പഞ്ചഭൂത സമാഹാരങ്ങളായ ശരീരങ്ങളും എല്ലാം അഭേദമായി വരേണം. ഒക്കെ ബ്രഹ്മമാണ് എന്ന് കാണാനുള്ള പാകത നേടണം. എങ്ങനെയാണോ തിരയെ കണ്ടിട്ട് അത് ജലമാണ് എന്ന് ഒരാൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നത്, കണ്ടാൽ മനസ്സിലാവില്ല, ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ. തിര വെള്ളമാണ് എന്നുള്ളതാണ് സത്യം. പക്ഷേ തിരയുടെ രൂപത്തിൽ അതിങ്ങനെ ഉയർന്നു വരുമ്പോൾ അത് ജലമാണ് എന്ന് സാധാരണക്കാർക്ക് കാണാൻ കഴിയുകയില്ല. ഒന്ന് ആലോചിച്ചാൽ, ചിന്തിച്ചു നോക്കിയാൽ ജലനിധിയിൽ പൊന്തിക്കാണപ്പെടുന്ന തിരമാലകളെപ്പോലെ ബ്രഹ്മത്തിൽ കാണപ്പെടുന്ന പ്രപഞ്ച ദൃശ്യങ്ങൾ അഭേദമായി വരേണം. ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെ, ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ സൃഷ്ടിച്ചതാണ് പ്രപഞ്ചം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശ്വരൻ സൃഷ്ടിച്ചതല്ല, പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്നത് ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വരൻ സകലതിലും വ്യാപിച്ചു നിൽക്കുന്നു. തൂണിലുമുണ്ട്, തുരുമ്പിലുമുണ്ട്,
ഭഗവാൻ എന്ന് നമ്മൾ പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? ഈശ്വരൻ തന്നെ പ്രപഞ്ച നാമരൂപങ്ങളായി തന്നെ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ എന്ത് കണ്ടാലും അത് ഈശ്വരൻ്റെ രൂപമാണ് എന്ന് ഓർമ്മിക്കാൻ കഴിയും. അങ്ങനെയുള്ള ആൾക്ക് ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഏത് ദിക്കിൽ തിരിഞ്ഞാലും കാണുന്നതെല്ലാം ഈശ്വരൻ. യാതൊന്നു കണ്ടത് നാരായണ പ്രതിമ. എന്ത് കണ്ടാലും അത് ഈശ്വര രൂപമാണ്. ആ രൂപത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്, അല്ലെങ്കിൽ ആത്മാവാണ്, ബ്രഹ്മമാണ് എന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ഭ്രമത്തിന് അവകാശമില്ല. നമ്മൾ ഒന്നിലും മയങ്ങിപ്പോവില്ല. മോഹം, ഭ്രമം അതിനെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ നല്ലപോലെ ആലോചിച്ച് വിശകലനം ചെയ്ത് നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് തിരയിൽ ജലത്തെ കാണാൻ കഴിയുന്നത്. തിരയെ കണ്ടു ജലത്തെ മറന്നാൽ തിരിയാ ജലം ഒരു കാലത്തും തിരയും ജലവും ഒന്നെന്നറിയും അറിവിൽ തിരയോ ദ്വൈതത്തെ. അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. പൂർണ്ണാനുഭൂതി എന്ന കൃതിയിലെ ഒരു ശ്ലോകമാണ്. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു സന്യാസി ശിഷ്യൻ രചിച്ചതാണ് പൂർണ്ണാനുഭൂതി എന്ന കൃതി. അതിന് ഒരു മുഖവുര ബാലകൃഷ്ണൻ നായർ സാറ് തന്നെ രചിച്ചിട്ടുണ്ട്. അതിലെ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. തിരയെ കണ്ട് ജലത്തെ മറന്നാൽ. തിരയെ കാണുമ്പോൾ ജലത്തെ ഒരാൾ മറന്നു പോകുന്നു എന്ന് വിചാരിക്കുക. ജലമാണ് തിരയുടെ രൂപത്തിൽ പ്രകടമാകുന്നത് എന്ന സത്യത്തെ അയാൾ വിസ്മരിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾക്ക് ജലത്തെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. തിരയായി വരുന്ന നേരത്ത് അത് ജലമാണെന്ന് കാണാൻ കഴിയണം. അപ്പോൾ ജലത്തെ മറന്നുപോയാൽ തിര എന്നുള്ള ആ പേരിലും തിരയുടെ രൂപത്തിലും നമ്മുടെ ശ്രദ്ധ വ്യതിചലിച്ചാൽ ജലത്തെ അറിയാനേ സാധ്യമല്ല. തിരയെ കണ്ട് ജലത്തെ മറന്നാൽ തിരിയാ ജലം ഒരു കാലത്തും. അവിടെ തിരിയുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക എന്നർത്ഥം. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ജലത്തെ തിരയിൽ കാണണം. തിര ജലമാണെന്ന് അറിയണം. ജലമാണ് തിരയുടെ രൂപത്തിൽ പ്രകടമാകുന്നത് എന്നറിയണം. തിരയെ കണ്ട് ജലത്തെ മറന്നാൽ തിരിയാ ജലം ഒരു കാലത്തും തിരയും ജലവും ഒന്നെന്നറിയും. തിര തന്നെയാണ് ജലം, ജലം തന്നെയാണ് തിര. രൂപത്തോട് കൂടിയ ജലം തിര, രൂപമില്ലാത്ത തിര ജലം. എന്താ വ്യത്യാസം? അടിസ്ഥാനപരമായി തിരയും ജലവും ഒന്ന് തന്നെ. തിരയും ജലവും ഒന്നെന്ന് അറിയും അറിവിൽ. തിര തന്നെയാണ് ജലം. തിര എന്നൊരു വേറിട്ട വസ്തുവില്ല. ജലത്തിന് നാം നൽകിയിരിക്കുന്ന മറ്റൊരു പേരാണ് തിര. അങ്ങനെ തിരയും ജലവും ഒന്ന് എന്ന് അറിയപ്പെട്ടാൽ അതിൽ ദ്വൈതത്തിന് സ്ഥാനമില്ല. ദ്വൈതം എന്ന് പറഞ്ഞാൽ തിര വേറെ ജലം വേറെ. ആ അറിവ് രണ്ടും ഒന്നാണ് എന്നുള്ള അറിവിൽ അപ്രത്യക്ഷമാകും. തിരയും ജലവും ഒന്നെന്നറിയും അറിവിൽ ദ്വൈതത്തെ തിരയൂ എന്ന് പറഞ്ഞാൽ ദ്വൈതമുണ്ടോ എന്ന് നോക്കൂ, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. തിരയും ജലവും ഒന്ന് തന്നെയാണ്. അതായത് തിര തന്നെയാണ്, ജലം തന്നെയാണ് തിരയായി പ്രകടമാകുന്നത് എന്ന് കാണാൻ കഴിഞ്ഞാൽ, ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ ആ അറിവിൽ ദ്വൈതത്തിന് സ്ഥാനമില്ല. ദ്വൈതം എപ്പോഴാണ്? തിര വേറെ ജലം വേറെ. ആ ഭേദചിന്തയാണ് ദ്വൈതം. ബ്രഹ്മം വേറെ പ്രപഞ്ചം വേറെ. അതാണ് ദ്വൈതം. ദ്വൈതം നമ്മുടെ ചിന്തയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ വിചാരത്തിൽ മാത്രമാണ് ദ്വൈതമുള്ളത്. വസ്തുത അദ്വൈതമാണ്. ഒരാൾ തിരയെ ജലത്തിൽ നിന്ന് വിഭിന്നമായ ഒന്നായി കരുതിയാലും തിര ജലമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് സത്യം. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ പലരുടെയും കാഴ്ചപ്പാടിലാണ് ദ്വൈതമുള്ളത്. പ്രപഞ്ചത്തിൽ അദ്വൈത സത്യം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നായി, ഭഗവാനിൽ നിന്ന് അന്യമായ ഒന്നായി ജീവന്മാർ അനുഭവിക്കുന്നു. അത് അവരുടെ ഉള്ളിലുള്ള അജ്ഞത കാരണമായിട്ടാണ്. ജ്ഞാനികൾ പ്രപഞ്ചത്തെ ബ്രഹ്മമയമായി കാണുന്നു. അവർക്ക് സർവ്വതും ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാത്ത ഒന്ന് പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലുമില്ല. അനന്തമായ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്ന അസംഖ്യം ഗോളങ്ങൾ, ചലിക്കാത്ത ബ്രഹ്മത്തിലെ പ്രകടനങ്ങൾ എന്ന് ജ്ഞാനി വ്യക്തമായി കാണുന്നു. അവിടെയാണ് ജ്ഞാനിയുടെ മേന്മ. നമ്മൾ
സങ്കുചിതമായ ചിന്താഗതിയുള്ളവരാണ്. വേറെ 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 വിഭിന്നമായി കാണുന്നു. മരം വേറെ, പക്ഷി വേറെ, മൃഗം വേറെ, എൻ്റെ ബന്ധു വേറെ, ശത്രു വേറെ, ഞാൻ വേറെ, നീ വേറെ, അവൻ വേറെ, നല്ലവൻ വേറെ, ദുഷ്ടൻ വേറെ, കൊള്ളക്കാരൻ വേറെ, പോലീസ് വേറെ. ഇങ്ങനെ നമ്മുടെ ചിന്ത ദ്വൈതത്താൽ കലുഷിതമാണ്. ദ്വൈതം നീക്കം ചെയ്യപ്പെടേണ്ടത് ചിന്തയിൽ മാത്രമാണ്. പുറമേ നിങ്ങൾക്ക് ദ്വൈതത്തെ ദൂരീകരിക്കാൻ സാധ്യമല്ല. ബാഹ്യലോകത്തിൽ ദ്വൈതം എന്നും ഉണ്ടാവും, ഭേദങ്ങൾ ഉണ്ടാവും. എല്ലാവരെയും ഒന്നായി കാണണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവരെയും ഒന്നായിട്ട് എങ്ങനെ കാണാൻ പറ്റും? പക്ഷിയും മൃഗവും ഒന്നാവുമോ? പൂച്ചയും പട്ടിയും ഒന്നാവുമോ? ദേവനും മനുഷ്യനും എങ്ങനെയാണ് ഒന്നാവുക? നാമരൂപങ്ങളെ ഉള്ളുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് നാമരൂപങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സത്തയായ ബ്രഹ്മത്തെ ബുദ്ധി കൊണ്ട് കാണാൻ കഴിഞ്ഞാൽ, ചിന്തയിൽ ആ ഭാവത്തെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ, അതാണ് വാസ്തവത്തിൽ അദ്വൈത ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഒന്നാണ് എന്ന് പറയുമ്പോൾ ഏതർത്ഥത്തിൽ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കണം. ബാഹ്യമായി ഭേദങ്ങൾ ഉണ്ടാവും, ഉണ്ടായേ പറ്റൂ. വസ്തുക്കളെയും വ്യക്തികളെയും കൈകാര്യം ചെയ്യുമ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ്. ചിലതിന് ഗുണമായിരിക്കും, ചിലതിന് ദോഷമായിരിക്കും. ചില ആഹാരങ്ങൾ കഴിച്ചാൽ, വിഷം പോലെയുള്ള പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷിച്ചാൽ മരണം ഉറപ്പ്. മറ്റു ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ലഭിക്കും. അപ്പോൾ എല്ലാം ഒന്നാന്ന് പറഞ്ഞിട്ട് വിഷം കഴിക്കാനല്ല വേദാന്തം പറയുന്നത്. വിഷത്തിലും അമൃതത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ശുദ്ധമായ ആത്മതത്വമാണ് എന്ന് കണ്ടാൽ മതി. എന്ന് കാണാൻ കഴിഞ്ഞാൽ അതുമാത്രം മതി. വിഷം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അമൃതം കഴിക്കണമെന്നോ നിർബന്ധമില്ല. പറ്റുമെങ്കിൽ വിഷത്തെ ഒഴിവാക്കിയിട്ട് അമൃതത്തെ ഭുജിക്കൂ. പക്ഷേ അമൃതവും വിഷവും ഒന്നാണ് എന്നുള്ള സത്യം നിങ്ങളുടെ ബുദ്ധിയിൽ സദാ പ്രകാശിച്ചു വിളങ്ങട്ടെ. ചിന്തയിലാണ് അദ്വൈതം ഉറയ്ക്കേണ്ടത്. പുറമേ അദ്വൈതത്തെ നടപ്പിലാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ചാൽ അത് വലിയ അപകടത്തിൽ കലാശിക്കും. എല്ലാം ഒന്നെന്ന് പറഞ്ഞിട്ട് ഒരാൾ അടുത്ത വീട്ടുകാരൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായി വിചാരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയ അപകടമാവും. പുറം ലോകത്ത് നമ്മുടെ വ്യവഹാര രംഗത്തിൽ ഭേദങ്ങൾ ഉണ്ടാവും. ഭേദങ്ങൾ ഉള്ളതുപോലെ വേണം ഇവിടെ ജീവിക്കാൻ. പക്ഷേ ഉള്ളിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ ചിന്തയിൽ ദ്വൈതം അല്പം പോലും ഉണ്ടാകരുത്. എല്ലാറ്റിനെയും ആത്മമയമായി കാണാനുള്ള കരുത്ത് നേടണം. നിരന്തരമായ അഭ്യാസത്തിലൂടെ, തുടർച്ചയായ മനന പ്രക്രിയയിലൂടെയാണ് എല്ലാം ഒന്നാണ് എന്നുള്ള ഭാവം, അറിവ് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുന്നത്. അഭേദമായി വരേണം. ഭേദങ്ങളൊക്കെ നീങ്ങി അഭേദം മാത്രം ഉള്ളിൽ അവശേഷിക്കണം. നിർവികൽപ്പ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തിൽ നിന്നും അതിന് ചലനമോ മാറ്റമോ ഉണ്ടാക്കാതെ പൊന്തിക്കാണപ്പെടുന്ന വിവർത്ത കാര്യരൂപങ്ങളായ ആകാശം തുടങ്ങിയ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന ഭൂതങ്ങൾ അഞ്ചും ചിന്തിച്ചു നോക്കിയാൽ, വിശകലനം ചെയ്താൽ, സൂക്ഷ്മമായി അവ എന്താണ് എന്ന് വിചിന്തനം ചെയ്താൽ, സമുദ്രത്തിൽ പൊന്തിക്കാണപ്പെടുന്ന തിരമാലകളെന്ന പോലെ കാരണത്തിൽ നിന്നും ഒരു ഭേദവും ഇല്ലാത്തവയാണെന്ന് കാണേണ്ടതാണ്. അഭേദമായി വരേണം എന്ന് പറഞ്ഞാൽ ഭേദചിന്തകളൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ നിന്നും നീങ്ങി എല്ലാം ഒന്നാണെന്ന ഭാവം അവരുടെ ഉള്ളിൽ ഉറയ്ക്കണം. അങ്ങനെ ഒന്ന് എന്ന് കാണാനുള്ള കഴിവ് നേടണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ മാക്സിമം വോളിയൂമിലാണ് ഞാൻ സംസാരിക്കുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇതിൽ നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് അഭേദമായി വരേണം. ആ ഒരു പ്രയോഗമാണ്. മറ്റുള്ളതിലൊന്നും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകാനുള്ള സാധ്യതയില്ല. വെളിയിലിരുന്ന് വിവർത്തമെന്നു കാണും വെളിമുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരേണം. ഈ അഭേദ ദർശനം എങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക? എല്ലാറ്റിനെയും എങ്ങനെയാണ് ഒന്നായി കാണാൻ കഴിയുക? നമ്മുടെ ഉള്ളിൽ നിന്നും അസമത്വങ്ങൾ എങ്ങനെയാണ് നീങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ
വ്യാഖ്യാനം നമുക്ക് വായിക്കാം. ഈ പദ്യത്തിലെ പൂർവാർത്ഥം കൊണ്ട്, പൂർവാർത്ഥം ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ 4 വരിയുള്ള പദ്യമാണ്. 1ഉം 2ഉം വരികൾ, അതാണ് പൂർവാർത്ഥം. ആ പൂർവാർത്ഥം കൊണ്ട് സൃഷ്ടി സ്വരൂപവും ഉത്തരാർത്ഥം കൊണ്ട് കാരണത്തിനും കാര്യത്തിനും തമ്മിലുള്ള അഭേദവുമാണ് പ്രതിപാദിക്കുന്നത്. ആദ്യം പറഞ്ഞു അഖണ്ഡമായ ബോധത്തിൽ നിന്ന് വിവർത്ത രൂപത്തിൽ കാണപ്പെടുന്നതാണ് ആകാശം മുതലായ ഭൂതങ്ങൾ. അപ്പോൾ അവിടെ സൃഷ്ടിയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി 3ഉം 4ഉം വരികളിൽ എന്താണ് സംഭവിക്കുന്നത്? ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരണം. പഞ്ചഭൂതങ്ങൾ വേറെ വേറെയായി കാണപ്പെട്ടാലും അതൊക്കെ ഒരേ ആത്മാവിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് കാണാൻ കഴിയണം. അപ്പോൾ പൂർവാർത്ഥം കൊണ്ട് സൃഷ്ടിയുടെ സ്വരൂപത്തെയും ഉത്തരാർത്ഥം കൊണ്ട് എന്ന് പറഞ്ഞാൽ 3ാമത്തെയും 4ാമത്തെയും വരികൾ കൊണ്ട് കാരണത്തിനും കാര്യത്തിനും തമ്മിലുള്ള അഭേദത്തെയുമാണ് പ്രതിപാദിക്കുന്നത്. കാരണം കാര്യം, ഈ 2 വാക്കുകൾ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. കാരണം കാര്യം, കാരണത്തിൽ നിന്നുണ്ടാകുന്നത് കാര്യം, കാര്യം ഏതിൽ നിന്നാണോ പൊന്തുന്നത് അത് കാരണം, മൂലകാരണം അല്ലെങ്കിൽ കാരണം. കാരണമാണ് കാര്യം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നത്. കാരണം ഉള്ളത് കൊണ്ടാണ് കാര്യം ഉണ്ടാകുന്നത്. കാരണം ഇല്ലാതെ കാര്യമില്ല. ഒരു കാര്യവുമില്ലാതെ അയാൾ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഒരു കാര്യവുമില്ലാതെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയും. അത് പ്രത്യേകിച്ച് ഒരു സംഗതിയുമില്ല, വിശേഷിച്ചൊന്നും പറയാനില്ല, ചുമ്മാ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചിലർക്കുള്ള അസുഖമാണ് ഈ ഒരുപാട് സംസാരിക്കുന്നവർക്ക് മാനസിക നില തകരാറായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അമിതമായി സംസാരിക്കുന്നവന് എന്തോ കുഴപ്പമുണ്ട്. ചിലർ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിർത്തുകയില്ല. അവസാനം നമ്മൾ ഫോൺ കട്ട് ചെയ്യേണ്ടി വരും. പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കഴമ്പുമില്ല. ഈ കാര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കണക്കാണ്. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ സംസാരിക്കുക എന്ന് പുരുഷന്മാർ പറയും. പക്ഷെ പല പുരുഷന്മാരുടെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നും സ്ത്രീകൾ എത്രയോ ഭേദം എന്ന് തോന്നിപ്പോകും. ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു വിഷയവും ഉണ്ടാകത്തില്ല. അതിന് തനിക്കും പ്രയോജനമില്ല, തൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നവനും പ്രയോജനമില്ല, ലോകത്തിനും പ്രയോജനമില്ല. വേറൊരാളുടെ വിലപ്പെട്ട സമയം അപഹരിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു പ്രയോജനവുമില്ലാത്ത സംഭാഷണം. എന്തിന്? നിങ്ങൾ യോഗമാർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യം സംസാരം കുറയ്ക്കണം. സംസാരത്തെ കുറയ്ക്കാൻ പറ്റിയാൽ ഈ സംസാര ബന്ധങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴും. തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. കാരണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാവും ഭാര്യയ്ക്ക് സംസാരം. ഉങ്ക സംസാരം എங்கே എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യ എവിടെയെന്നാണ് അർത്ഥം. ഒരു ലോകമാണ് ഭാര്യ എന്ന് പറയുന്നത്, ഒരു ലോകമാണ്. ഒരു സ്ത്രീയും പുരുഷനും കൂടെ ചേർന്ന് ജീവിക്കുമ്പോഴാണല്ലോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ആ ലോകം വികസിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ വികസിത ഭാരതം. കുടുംബം വികസിക്കും. കുടുംബത്തിലെ അംഗങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ജനസംഖ്യ പെരുകുന്നത്. ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് നീ എനിക്ക് മോളായി, ഞാൻ നിനക്ക് മോനായി എന്നൊരു പേരുണ്ട്. അങ്ങനെയല്ല, നമുക്ക് സന്താനങ്ങൾ വേണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം തന്നെ പരമ്പര നിലനിർത്തുക എന്നുള്ളത്. ടി വിയിലും മറ്റുമൊക്കെ പരമ്പരകൾ ധാരാളമുണ്ട്. അത് കൂടാതെ തൻ്റേതായ ഒരു പരമ്പര വേണം. തനിക്ക് കുഞ്ഞുങ്ങൾ വേണം, അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കണം, പേരക്കുട്ടികളുണ്ടാവണം. എന്തിന് ഈ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുഴപ്പക്കാരൻ ആ സൃഷ്ടികർത്താവാണ്. ആ ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ ഒരു ദിവസം പൊടുന്നനവേ പ്രത്യക്ഷപ്പെട്ടു. മിണ്ടാതിരുന്നാൽ പോരെ, അദ്ദേഹത്തിന് സൃഷ്ടിക്കണം എന്ന് തോന്നി. ആ ബ്രഹ്മദേവനിൽ പൊട്ടിമുളച്ച ആ ചിന്തയാണ് സൃഷ്ടിയിൽ കാണപ്പെടുന്ന ജീവരാശികളിൽ അതുപോലെ ഒരു ചിന്തയെ ഉണ്ടാക്കുന്നത്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായിരുന്നാൽ പോരെ, എന്തിന് ഈ വിവാഹബന്ധം, എന്തിന് ദാമ്പത്യം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. സ്ത്രീ പകുതി, പുരുഷൻ പകുതി, രണ്ടും കൂടെ ചേർന്നാലേ മുഴുവനാവുകയുള്ളൂ. ഒന്ന് അരയും ഒന്ന് വേറൊരു പഴഞ്ചൊല്ലുണ്ട്, അരം പ്ലസ് അരം കിന്നരം. തൻ്റെ വംശപരമ്പരയെ നിലനിർത്തണം.
അങ്ങനെ ഒരു വിചാരം മനുഷ്യരിൽ മാത്രമല്ല സകല ജീവജാലങ്ങളിലും അങ്ങനെ ഒരു സൂക്ഷ്മമായ സങ്കല്പം ഉണ്ടാവുന്നുണ്ട്. നമ്മളതിനെ പ്രകൃതി എന്ന് പറയും, ഇൻസ്റ്റിൻക്റ്റ് എന്ന് പറയും. ചെടികൾ എന്തിനാണ് പൂക്കുന്നത്? വൃക്ഷങ്ങളും സസ്യങ്ങളും ലതകളുമൊക്കെ എന്തിനാണ് പൂക്കുന്നത്? പൂത്തിട്ട് അതിൽ കായുണ്ടാവും. ആ കായിലാണ് വിത്തുകൾ ഉണ്ടാകുന്നത്. ആ വിത്താണ് ആ ചെടിയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ പരമ്പര നിലനിർത്താൻ സഹായിക്കുന്നു. ഇനി പൂവുണ്ട്, കായില്ല, അങ്ങനെയുള്ള സസ്യങ്ങളുമുണ്ട്. പൂച്ചെടികൾ, അതിൽ പ്രത്യേകിച്ച് കായൊന്നുമില്ല, പൂക്കും, ആ പൂക്കൾ കൊഴിയും. സാധാരണഗതിയിൽ പൂവിൽ നിന്ന് കായ്കളാണ് ഉണ്ടാകുന്നത്. ആ കായ്കൾ വിത്തുകളെ ഉൾക്കൊള്ളുന്നു. ആ വിത്താണ് ആ സസ്യത്തിൻ്റെ പരമ്പര അറ്റുപോകാതെ സംരക്ഷിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെരുകണം. വാസ്തവത്തിൽ ഈ കുഞ്ഞ് എന്ന് പറയുന്നത് എന്തെന്നോ, ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീ എന്ന മാധ്യമത്തിലൂടെ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. തന്നെ സൃഷ്ടിക്കാൻ പുരുഷൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. സ്ത്രീ എന്ന മാധ്യമത്തിലൂടെ തന്നെ അയാൾ വീണ്ടും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾക്ക് എന്തെന്നില്ലാത്ത സംഘം, ഇഷ്ടം. എൻ്റെ മോൻ, എൻ്റെ മോൾ. നിങ്ങൾ റോട്ടിൽ ചെന്ന് റാൻഡമായിട്ട് രണ്ടുപേര് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ മോളെ, എൻ്റെ മോനെ, അവൻ മിടുക്കനാണ്. അത് കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചാൽ എൻ്റെ പേരക്കുട്ടി. ഒരാൾ അയാളുടെ പേരക്കുട്ടിയെക്കുറിച്ച് പൊങ്ങച്ചം പറയാൻ തുടങ്ങുമ്പോൾ മറ്റേയാൾ, ഇതെന്തോന്ന്, എൻ്റെ പേരക്കുട്ടി, അവൻ ഭയങ്കര ബുദ്ധിയാണെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, എല്ലാം അതുപോലെ ഒപ്പുകടലാസ് പോലെ ഒപ്പിയെടുക്കും. ഇങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളും അഥവാ പേരക്കുട്ടികളും അത്യന്തം പ്രിയപ്പെട്ടവരാണ്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രക്തബന്ധം എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും പറഞ്ഞോളൂ. ഇത് പ്രകൃതി നമ്മുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഒരു വികാരം, കുഞ്ഞുങ്ങളോടുള്ള, സന്തതികളോടുള്ള സ്നേഹം. പക്ഷിക്കുഞ്ഞുങ്ങൾ, പക്ഷി നോക്കൂ, തള്ളപ്പക്ഷി ആ കുഞ്ഞിന് എവിടെയൊക്കെയോ അലഞ്ഞു നടന്ന് തൻ്റെ കൊക്കിൽ ഇരയുമായിട്ട് എത്തി ആ കുഞ്ഞിൻ്റെ ഇളം ചുണ്ടുകളുടെ ഉള്ളിൽ ഇങ്ങനെ ആ വാക്കകത്ത് ഇട്ട് കൊടുക്കുന്നു. ആര് പറഞ്ഞു ഈ കുട്ടിക്ക് തീറ്റി കൊടുക്കണം എന്ന്? ഏതെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചിട്ടാണോ? നമ്മൾ അതിന് പറയുന്നത് പ്രകൃതി, നേച്ചർ, ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ആരുടെയും കുറ്റമല്ല. കുറേ ജീവന്മാർക്ക് ശരീരങ്ങൾ വേണം. എങ്ങനെയാ ശരീരം ഉണ്ടാവുക? സ്ത്രീ പുരുഷ സംയോഗം കൊണ്ടാണ് ശരീരം ഉണ്ടാവുക, അല്ലാതെ ശരീരം ഉണ്ടാവില്ല. അത് പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ മനുഷ്യൻ്റെയോ എന്തു തന്നെയായാലും. വൃക്ഷലതാദികളിൽ വിത്തുകളുടെ രൂപത്തിലാണ് ആ അടുത്ത തലമുറ പ്രകടമാകുന്നത്. ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീല എന്നല്ലാതെ എന്തു പറയാം? ഭഗവാന്റെ ലീല എന്ന് പറഞ്ഞാൽ അത് മായയാണ്. ആ മായയിൽ നമ്മൾ കുടുങ്ങിപ്പോകാതെ കരുതലോടുകൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് അമിതമായി സംഘബദ്ധമാകും. കുഞ്ഞുങ്ങളെ വിചാരിച്ചുകൊണ്ട് പലർക്കും സ്വന്തം കുഞ്ഞുങ്ങളോടല്ല ഇഷ്ടം, വീട്ടിൽ വളർത്തുന്ന പെറ്റ് അനിമൽസ്. പെറ്റെടുത്ത കുഞ്ഞിനേക്കാളും പെറ്റ് അനിമലിനോടാണ് അവർക്ക് ഇഷ്ടം കൂടുതൽ. എൻ്റെ ടോമി ഉണ്ടല്ലോ, അവൻ 4 ദിവസം പനിയായിട്ട് കിടപ്പാണ്. നമ്മൾ വളരെ ദുഃഖിച്ച് കഴിയുന്നു. എന്തുപറ്റി? ടോമി ആരാണ്? നിങ്ങളുടെ മകനാണ്? അല്ല, ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന നായയുടെ പേരാണ് ടോമി. എങ്ങനെയുണ്ട്? പട്ടിയോടും പൂച്ചയോടും സ്വന്തം കുഞ്ഞുങ്ങളോട് പ്രകടിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അപ്പം മനസ്സ് എന്തെങ്കിലും ഒന്നിൽ ചെന്ന് ഒട്ടിപ്പോകുന്നു. അത് എപ്പോഴും സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെ ആവണമെന്നില്ല. മൃഗങ്ങളാവാം, പക്ഷികളാവാം, നട്ട് നനച്ച് വളർത്തുന്ന സസ്യങ്ങളോ മരങ്ങളോ ആകാം. മനസ്സ് ഇന്നതിലേ ഭ്രമിക്കൂ എന്ന് നിയമമില്ല. ചിലർക്ക് പണത്തോടാണ് കമ്പം, ചിലർക്ക് സ്ത്രീകളിലാണ് കമ്പം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം മാത്രം ചോദിക്കരുത്. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മായയിൽ സ്ഥാനമില്ല. യുക്തിയില്ലാത്ത കാഴ്ചയാണ് ഈ മായ എന്ന് പറയുന്നത്. ഒരാൾ എന്തുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു, വേറൊരാൾ എന്തുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുന്നു? ഇതിനെന്താണ് കാരണം? അവൻ്റെ മനസ്സിൻ്റെ സ്വഭാവം. നല്ല മനസ്സുള്ളവർ സത്കർമ്മങ്ങളെ ചെയ്യൂ. സഹപാഠികളെ, കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊല്ലുന്ന കാലമാണ്. പത്രത്തിൽ വായിച്ചില്ലേ? 4-5 പേര് ചേർന്ന് കൂടെ പഠിക്കുന്ന ഒരുത്തനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ആ
കൊന്ന വിദ്യാർത്ഥികൾ ആരാണോ ഈ കൊലപാതകം ചെയ്തത് അവരെയും ഒരു അച്ഛനും അമ്മയും ചേർന്നാണ് പെറ്റെടുത്തത്. എന്തിനവനാണ് ഇങ്ങനെ ഒരു മകൻ എന്തിന് ജനിച്ചു ചോദിച്ചിട്ട് കാര്യമില്ല. അച്ഛനിലും അമ്മയിലും കാണപ്പെടാത്ത ആ ക്രൂരത പ്രവർത്തിക്കുന്ന സ്വഭാവം ഈ മകനിൽ എവിടെ നിന്ന് വന്നു? ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യവും ചോദിക്കരുത്. അത് ആ ജീവനിൽ ഇൻബിൽറ്റായിട്ടുള്ള സ്വഭാവമാണ്. ഒരു ദുഷ്ടജീവനാണ് ഇവർക്ക് മകനോ മകളോ ആയി വന്ന് ജനിച്ചത്. അതിൽ മാതാപിതാക്കൾക്ക് യാതൊരു തരത്തിലും ഉത്തരവാദിത്തമില്ല. നല്ല മാതാപിതാക്കൾക്ക് ദുഷ്ടരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ദുഷ്ടരായ മാതാപിതാക്കൾക്ക് സാത്വികന്മാരായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇതെല്ലാം എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഭ്രമമാണ് എന്ന സത്യം അറിയുക. ഭഗവാന്റെ ലീലയാണ് പ്രപഞ്ചം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഈ ഭഗവാന്റെ ലീലയുടെ പേരാണ് മായ. ആ മായയിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. നിർവികൽപ്പ ജ്ഞാനസ്വരൂപമായ പരമാത്മവസ്തുവിലെ വിവർത്തങ്ങളാണ് ആകാശം, വായു, തേജസ്. തേജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഗ്നി എന്നർത്ഥം. ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ. നിർവികൽപ്പജ്ഞാനം, ദ്വൈതത്തിന്റെ കറപുരളാത്ത ശുദ്ധമായ ജ്ഞാനസ്വരൂപമായ ബ്രഹ്മത്തിൽ അഥവാ പരമാത്മവസ്തുവിൽ വിവർത്ത രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് അധിഷ്ഠാനത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ തന്നെ പഞ്ചഭൂതങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു, പ്രകടമാകുന്നത് പോലെ തോന്നുന്നു. കാരണത്തിൽ ചലനമോ വികാരമോ ഉണ്ടാക്കാതെ പ്രത്യക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് വിവർത്തങ്ങൾ. ഒന്നുകൂടെ വായിക്കാം. ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾ നല്ലതുപോലെ ഉൾക്കൊള്ളണം. കാരണത്തിൽ, കാരണമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഉണ്ടാവുന്നതാണ് കാര്യം. കാരണത്തിൽ അഥവാ അധിഷ്ഠാനത്തിൽ ചലനമോ വികാരമോ ഉണ്ടാക്കാതെ, ചലനം അറിയാം, ഇളക്കം, അധിഷ്ഠാനം ചലിക്കുന്നില്ല. അതുപോലെ അധിഷ്ഠാനത്തിൽ വികാരം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നില്ല. അധിഷ്ഠാനം അധിഷ്ഠാനമായി വർത്തിക്കവേ തന്നെ അതിൽ നിന്ന് അതല്ലാത്ത മറ്റു പലതും ഉണ്ടാകുന്നത് പോലെ തോന്നുന്നു. ആ തോന്നലുകളെയാണ് വിവർത്തങ്ങൾ എന്ന് പറയുന്നത്. ഭ്രമങ്ങൾ എന്നർത്ഥം. മരുഭൂമിയിലെ കാനൽ ജലം പോലെ, കയറിലെ സർപ്പം പോലെ, ആകാശത്തിൻ്റെ നീലിമ പോലെ, സ്വപ്നത്തിൽ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെ പോലെ. ഇതൊന്നും വാസ്തവമല്ല, പക്ഷേ എന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ അനുഭവിക്കുന്നു. പുറത്തിറങ്ങി, ഇപ്പോഴല്ല, സാധാരണഗതിയിൽ പുറത്തിറങ്ങി നോക്കിയാൽ നീലാകാശമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ നീല നിറം എവിടെ നിന്ന് വന്നു? നെറോലാക്ക് പെയിന്റ് വാങ്ങിച്ച് ആരെങ്കിലും അടിച്ചതാണോ? മോളിൽ ഏഷ്യൻ പെയിന്റോ നെറോലാക്ക് പെയിന്റോ വാങ്ങി അടിച്ചതാണോ? അതും ശൂന്യാകാശമാണ്, അവിടെ ഒന്നുമില്ല. ഞങ്ങൾ നീല നിറം കാണുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ തോന്നൽ. അല്ല, ഞങ്ങൾ പല പേരും കാണുന്നുണ്ടല്ലോ, ഭൂമിയിലുള്ള മനുഷ്യരെല്ലാവരും ഈ നീല നിറം കാണുന്നുണ്ടല്ലോ. എല്ലാവരും ഒരുപോലെ ഭ്രമത്തിന് വിധേയരായിരിക്കുന്നു എന്നർത്ഥം. ഭ്രമം എത്ര പേരെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല ഒന്നിന് ഭ്രമമാണോ അല്ലയോ എന്ന് തീരുമാനിക്കും.